പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമസ്യ അപത്യം പുമാൻ സൗമ്യ, ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേദം, സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം, ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത്. ബുധൻ തന്നെയാണ് സൗമ്യൻ, സോമപുത്രൻ, ബോധനൻ, ധാരാളം പേരുകൾ അറിയപ്പെടുന്നു. ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ. ഏത് സമയത്തും ഫലം ചെയ്യുന്നു. എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക. ഓരോ ദശയുടെ ഓരോ സമയത്ത് ഫലമാണ്. സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും, വ്യാഴവും ശുക്രനും മധ്യകാലത്തും, ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ. പക്ഷെ ബുധൻ ബുധഫലതസ്തു സർവദാ, ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്, തൻ്റെ ശത്രുസ്ഥാനത്താണ്, തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. പക്ഷേ അതേ ബുധനിത ജാതകത്തിൽ വക്രിയായി കേവലം 14 ദിവസം തുലാൻ രാശിയിലേക്ക് വരികയാണ്. 14 ദിവസം ഒരു ഗ്രഹം വക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കും. അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും. പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡു മിറക്കിൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ. അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ 14 ദിവസക്കാലം ഉള്ള ഒരു ശുഭാശുഭ ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത്. ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു, ബുധൻ വൃശ്ചികൻ രാശിയിലാണ്, തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ച് നിൽക്കുന്നു. ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു. ബുധനും ചൊവ്വയും ഒരു വലിയ യോഗകാരകനാണ്. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എങ്ങനെയും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ്. മൂലാദി സ്നേഹകൂടേർ വ്യവഹരതി വണിക് ബാഹുയോദ്ധാസ സൗമ്യേ. കൈക്കരുത്തുകൊണ്ട് കാര്യങ്ങൾ നേടും. എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും. മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജ ബുധ യോഗം. ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രോഗ്രേഷൻ വക്രിയായി വരികയാണ്. ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സുക്ഷേത്രമാണ്. ബുധന് ബലമുള്ള രാശിയാണ്. തുലാൻ രാശിക്കാൻ സംബന്ധിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ്? അവരുടെ ഭാഗ്യാധിപനാണ്. 9ാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ. 12ാം ഭാവാധിപത്യവുമുണ്ട് എന്ന് നിങ്ങൾ അറിയുക. നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. 2021 നവംബർ 23 മുതൽ ഡിസംബർ 6 വരെയുള്ള 14 ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത്. അതായത് 1201 വൃശ്ചിക മാസം 7-ാം തീയതി മുതൽ വൃശ്ചിക മാസം 20-ാം തീയതി വരെയുള്ള 14 ദിനങ്ങൾ. വൃശ്ചിക മാസം 7-ാം തീയതി രാത്രി 8 മണിയോടുകൂടിയാണ്, നവംബർ 23 രാത്രി 8 മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത്. തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം 20-നാണ്, അതായത് ഡിസംബർ 6-ാം തീയതി. ഈ 14 ദിവസക്കാലം, 13 പൂർണ്ണമായ ദിവസങ്ങൾ, 14-ാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ധനരാശിക്കാർക്ക് ബുധൻ ഇപ്പോൾ തുലാൻ രാശിയിൽ നിൽക്കുന്നു, 11ാം ഭാവത്തിൽ നിൽക്കുന്നു. വളരെ നല്ല ഫലമാണ് ധനരാശിക്കാർക്ക് എന്നറിയുക. വളരെ നല്ല ഫലം. ധനരാശി എന്നാൽ നിങ്ങൾക്കറിയാം, മൂലം പുരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. സ്വതവേ ധനുരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ആദിത്യൻ 12-ലാണ്, ലഗ്നാധിപനായ വ്യാഴം അഷ്ടമത്തിലാണ്. വലിയ ബുദ്ധിമുട്ടുകളാണ്. അതിനിടയിൽ വേനലിൽ ഒരു മഴ പോലെ ഊഷരതയിൽ നിന്നും ഉർവരതയിലേക്കുള്ള, വരണ്ട മണ്ണിൽ നിന്നും ഫലഭൂയിഷ്ടമായ മണ്ണിലേക്കുള്ളൊരു വരവ് പോലെ, കുത്തിയൊലിക്കുന്ന വെള്ളം മഴക്കാലത്ത് വരുന്നത് പോലെ ഒരു നല്ല മാറ്റം ധനുരാശിക്കാർക്ക് ഈ ഒരു 15 ദിവസക്കാലം ഉണ്ടാകും. നവംബർ 23 മുതൽ ഡിസംബർ 6 വരെയുള്ള 14 ദിവസക്കാലം വളരെ അനുകൂലമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, ധനരാശിക്കാർക്ക് ബുധൻ ഏതെല്ലാം ഭാവത്തിൻ്റെ അധിപനാണ്? അവരുടെ കർമാധിപനാണ്, അവരുടെ 10ാം ഭാവാധിപനാണ്. അത് 11ാം ഭാവത്തിൽ നിൽക്കുന്നു. പലപ്പോഴും കർമ്മമേഖലയിൽ ഇവർക്ക് അംഗീകാരം ലഭിക്കും. ഈ ഒരു സമയത്ത് ആചാര്യത്വം ലഭിക്കും. ഭൂരിസുതധാര ധന ആർജനിഷ്ഠ,
തനിക്ക് ധനം സമ്പാദിക്കാനുള്ള താല്പര്യം വരും, തനിക്ക് ഭാര്യാസുഖം ലഭിക്കും, സന്താന സുഖം ലഭിക്കും. മക്കളെ കൊണ്ട് തൻ്റെ മക്കൾക്ക് നേട്ടങ്ങൾ വരിക, അവർക്ക് അവാർഡുകൾ കിട്ടുക, അവർക്ക് വിദേശയാത്ര തരപ്പെടുക, അവർക്ക് പുത്തൻ ജോലി ലഭിക്കുക. അവരിലൂടെ, മക്കളിലൂടെ അച്ഛന് തല ഉയർത്തി നടക്കാം ഈ ഒരു 15 ദിവസക്കാലം. അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നു, വിദേശത്ത് വലിയ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നു, നാം പത്രങ്ങളിൽ കാണാറുണ്ട്. അപ്രകാരം നല്ല യാത്രകൾ തരപ്പെടുന്നു, സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പോകുന്നു, അവരുടെ വിവാഹങ്ങൾ നടക്കുന്നു, താൻ ആഗ്രഹിച്ച മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നു, മകൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ കേൾക്കാം നവംബർ 23 മുതൽ ഡിസംബർ 6 വരെയുള്ള 14 ദിവസക്കാലമെന്ന് അറിയുക. അതുമാത്രമല്ല, നല്ല യാത്ര തരപ്പെടുന്നു. ഇവിടെ ധനരാശിക്കാർക്ക് 7ാം ഭാവാധിപനാണ് ബുധൻ. യാത്ര തരപ്പെടുന്നു, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, നല്ല വിവാഹങ്ങളിൽ പങ്കെടുക്കുന്നു. തൻ്റെ മരുമക്കളുടെ, തൻ്റെ അമ്മാവന്മാരുടെ മക്കൾ, മരുമക്കളുടെ അല്ലെങ്കിൽ തൻ്റെ അടുത്ത ബന്ധുക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക, തനിക്കെവിടെ അർഹമായ അംഗീകാരം ലഭിക്കുക, താനൊരു മധ്യസ്ഥനെ പോലെ തന്നെ അല്ലെങ്കിൽ പട്ടണത്തിൽ താനുമായി ബന്ധപ്പെടുന്ന കർമ്മ മേഖലയിൽ പ്രധാനിയായിട്ട് തലയുയർത്തി നടക്കുന്നൊരവസ്ഥ ഈ ധനരാശിക്കാർക്ക് എല്ലാം പിഴച്ചു നിൽക്കുന്ന അഷ്ടമവ്യാഴവും കണ്ടകശനിയും 12-ൽ ആദിത്യമുള്ള സമയത്തുണ്ടാകുന്ന ഒരു വേനലിലൊരു മഴയാണ്. നന്നായി പ്രാർത്ഥിക്കുക. എന്ത് വന്നാലും ഒരു 2 ആഴ്ച കാലം പെട്ടെന്നൊരു ഓപ്പണിംഗ്, യു ഫീൽ ദ ഇമ്പോർട്ടൻസ്, പീപ്പിൾ വിൽ റെസ്പെക്റ്റ് യു ആൻഡ് അപ്രീഷിയേറ്റ് യുവർ വർക്ക്. എല്ലാം സംഭവിക്കും പ്രിയമുള്ളവർ. പ്രാർത്ഥിക്കുക നന്നായിട്ട്. നാം ആഗ്രഹിക്കുന്ന നമ്മളെ മക്കൾക്ക് മക്കളുണ്ടാകേണ്ട സമയമാണ്. ഇങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങളൊക്കെ ധനരാശിക്കാർക്ക് നടക്കും. ഉത്സാഹിക്കുക, പ്രാർത്ഥിക്കുക. നന്ദി, നമസ്തേ.